ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു ട്യൂട്ടർ കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. വെഡ്ഡിങ്ങിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെഡ്ഡിങ് കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ട്യൂട്ടർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കേക്ക് ഇതിന് റെഡിയാക്കണം. അപ്പം ഞാനിവിടെ കേക്കിനുള്ള ടിന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള കേക്ക് ടിൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ടിന്നിൽ ആദ്യം ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ അളവിൽ റൗണ്ടിൽ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിലും നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിൽ വേണം നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിലൊന്ന് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് കേക്ക് ടിന്നും റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ കേക്ക് 1/2 കിലോൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. ചെറിയ കേക്കിന് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് വലിയ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. ആദ്യം പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൂടെ ആദ്യം ഒന്ന് മൈദ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പൊടികളൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സാണ് നമ്മുടെ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പാലിന് പകരമായിട്ട്. ഇനി ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തയുടെ ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിസ്ത എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തട്ടി കൊടുക്കണം. ഇതിൽ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം കേട്ടോ. സ്റ്റാൻഡിന് മുകളിലാണ് നമ്മൾ കേക്ക് ടിൻ ഇറക്കി വെക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഒരു 30-35 മിനിറ്റ് വരെ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് സെക്കൻഡ് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 മുട്ട മതിയാവും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, നോർമൽ പഞ്ചസാര അതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബദാം കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ബദാമിൻ്റെ എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദപ്പൊടി അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 1/2 കപ്പ് മൈദപ്പൊടി പ്ലസ് 2 ടേബിൾ സ്പൂൺ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊടികൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കേക്ക് ടിന്നിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കേക്ക് രണ്ടും നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബട്ടർ പേപ്പറിൽ നിന്നൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് കേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിസ്ത അതുപോലെ തന്നെ ബദാമുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ കുറച്ചൊന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം സാധാ പോലെ തന്നെ നോർമലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് ഇതുപോലെ നമുക്ക് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ക്രീം മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ഇത് പിസ്ത കേക്ക് ആണല്ലോ, അതുകൊണ്ട് പിസ്ത ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയറും നമ്മളിത് ചെയ്ത പോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ പിസ്ത ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേർഡ് ലെയർ വെച്ച് കൊടുക്കുക. തേർഡ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് മുഴുവനായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് കേക്ക്, ചെറിയ കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ക്രീം ഒന്ന് കളറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്, ലിക്വിഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ താഴ്ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ഒരു 2 ലൈനാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. 2 ലൈന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്പെച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അതിൽ റെഡിയായി കിട്ടിക്കോളും.
ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി ആ ഒരു സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്ക് ബോർഡിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം കേട്ടോ. ദെൻ തേർഡ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കേക്കിന് ചെയ്ത പോലെ തന്നെ 2 ലൈനായിട്ട് യെല്ലോ കളറിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ ഒരുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടയറാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു 3 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ട്രാഡ് യൂസ് ചെയ്യുന്നത് ബാംബൂ സ്റ്റിക്കാണ് കേട്ടോ, അതായത് സ്ക്യൂർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ചെറിയ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ കേക്ക് നമ്മൾ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ പാഴായി പോവും. അപ്പോൾ അതൊന്ന് ആദ്യം എല്ലായിടത്തും നിന്ന് വിടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ശ്രദ്ധിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നടുവിലായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിലും കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സിലിക്കൺ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേഷനാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ അടിഭാഗത്ത് വെച്ച് തുടങ്ങിയിട്ട് മുകൾ ഭാഗം വരെ ഇതുപോലെ ഒന്ന് അങ്ങ് കൊണ്ടുപോയാൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് ക്രീം നന്നായിട്ടൊന്ന് ബ്രഷിലാവുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഒരു ശീല വെച്ചിട്ട്. ശേഷം വീണ്ടും നമ്മളിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു അരികു ഭാഗം വരുന്ന സമയത്തൊക്കെ അതുപോലെ ഒന്ന് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കുന്ന സമയത്തിന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. രണ്ടാമത് ഒന്നുകൂടി ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. കൂടി ഒന്ന് ഭംഗിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ചുറ്റിച്ചെടുത്തപ്പോൾ തന്നെ ശരിക്കും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫിനിഷിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡായിട്ട് ഒന്നുകൂടി ഇതൊന്ന് ചുറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു പണി കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ ഫ്രഷ് ഫ്ലവർ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടുഭാഗമൊക്കെ നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മളിതൊന്ന് കുത്തിവെച്ച് കൊടുക്കുന്നത്. എല്ലാത്തിലും ക്ലിംഗ് റാപ്പ് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളിതാ എവിടെയാണോ നമുക്ക് ഫ്ലവേഴ്സ് വെക്കേണ്ടത് ആ ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൈഡ് ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സൈഡ് ഭാഗത്ത് അങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് മോഡലാണ്. അപ്പോൾ എല്ലാവരും ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക്
എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.